ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഗ്രാഫിനെ കുറിച്ചാണ്. ഒത്തിരി ഗ്രാഫുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്. ഒത്തിരി ഗ്രാഫുകളുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലൊക്കെ ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യണത് ഫിസിക്സിലെ ഗ്രാഫുകളെ കുറിച്ചാണ്. അവിടെ തന്നെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലേഷൻ ടൈം ഗ്രാഫ്, അങ്ങനെ ഒത്തിരി ഗ്രാഫുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരച്ചേക്കുന്നത് മുഴുവനും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫുകളാണ്. അത് മാത്രമേ വരച്ചിട്ടുള്ളൂ. കാരണം ഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൂടുതൽ വേണ്ടി വരും. നമുക്കതിനുള്ള സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ജസ്റ്റ് ഗ്രാഫിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലസ് ടുവിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഓംസ് ലോ ഉണ്ട്, ഹുക്സ് ലോ ഉണ്ട്, അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്, സോണോമീറ്റർ ഉണ്ട്, സിമ്പിൾ പെൻഡലുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. ആ കാൽക്കുലേറ്റഡ് വാല്യൂ, ടാബുലേറ്റഡ് വാല്യൂവും പിന്നെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യും, ഗ്രാഫിക്കൽ വാല്യൂ കിട്ടും. ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും നമുക്ക് അവിടെ റെക്കോർഡിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. കാൽക്കുലേഷനും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും 2 രീതിയിലുണ്ട്. അപ്പോൾ അന്ന് പ്ലസ് ടുവിൽ നമുക്ക് ഗ്രാഫ് വരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല പ്ലസ് ടുവിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. പലപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വന്നിട്ട് ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പറയും, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് ആക്സിലേഷൻ ടൈം ഗ്രാഫ് വരക്കാൻ പറയും. അപ്പോൾ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് ആ ലോജിക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഒരു ഫ്രീലി ഫോളിങ് ബോഡി എന്നൊരു കേസ് എടുക്കുകയാണ്. സംഭവം പറയുമ്പോൾ വളരെ ഈസിയാണ്. ഒരു ഫ്രീലി ഫോളിങ്, ഒരു കല്ല് നമ്മൾ താഴേക്ക് ഇടുന്നു, അതിന് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഒരു കല്ല് താഴേക്ക് ഇടുന്നു. ഈ കല്ല് താഴേക്ക് ഇടുന്നതിൻ്റെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരക്കാം, സ്പീഡ് ടൈം ഗ്രാഫ് വരക്കാം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാം, ആക്സിലേഷൻ ടൈം ഗ്രാഫ് വരക്കാം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരക്കാം, എല്ലാം വരക്കാം. ഉദാഹരണത്തിന് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വരക്കുന്നതെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വരക്കുന്നതെങ്കിൽ അതിങ്ങനെ ഇരിക്കും. അതിൻ്റെ ഷേപ്പ് കണ്ട, ഫ്രീലി ഫോളിങ് ബോഡി എന്ന് പറയും. പക്ഷേ ഗ്രാഫ് വരച്ചപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ട, അതാണ് വ്യത്യാസം. ഇതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫ് വരക്കുകയാണെങ്കിൽ, ഇതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫ്. കണ്ട, ഇതിൻ്റെ ഷേപ്പ് മാറിയണ്ട. ഇത് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുകയാണെങ്കിൽ സംഭവം പിന്നെയും മാറി. കണ്ട, ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് തന്നെ ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരക്കുകയാണെങ്കിൽ കണ്ട, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നോക്കി, എല്ലാത്തിനും ഷേപ്പുകൾ വ്യത്യാസമുണ്ട്. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുന്നിട്ട് കല്ലെടുത്ത് താഴേക്ക് ഇടുക, ഫ്രീലി ഫോളിങ് ബോഡി, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, കല്ല് നേരെ താഴേക്ക് വരുന്നു. പക്ഷേ അതിൻ്റെ ഗ്രാഫുകളുടെ ഷേപ്പ് മാറിയുണ്ട. അപ്പോൾ ഇത് അത്ര നിസ്സാര കാര്യമല്ല. ലോജിക്ക് മനസ്സിലായാലേ ഇത് നമുക്ക് വരക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ലോപ്പ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് മാത്രമാണ്. ആ സ്ലോപ്പ് മനസ്സിലായാലേ ഇതൊക്കെ എങ്ങനെ വരക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്ലോപ്പ് എന്ന കോൺസെപ്റ്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ എക്സ് ആക്സിൽ മുഴുവൻ എടുത്തേക്കുന്ന ടൈമാണ്. ഏത് ഗ്രാഫ് എടുത്താലും നമ്മൾ എക്സ് ആക്സിൽ മുഴുവൻ ഞാൻ എടുത്തേക്കുന്നത് ടൈമാണ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലേഷൻ ടൈം ഗ്രാഫ്. എന്തുകൊണ്ടാണ് എക്സ് ആക്സിൽ ടൈം എടുത്തെന്ന് വെച്ചാൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ടൈം എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്. ടൈം ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുന്നു, അതിൻ്റെ സ്പീഡ് കൂടാം, സ്പീഡ് കുറയാം, എന്തെങ്കിലും ആയിക്കോട്ടെ. കല്ലെടുത്ത് താഴേക്ക് എറിയുന്നു, എന്ത് സംഭവിച്ചാലും ടൈം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ടൈം പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, അപ്പോഴും ടൈം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ യൂണിഫോം മോഷനാണെന്ന് വിചാരിക്കുക, അപ്പോഴും ടൈം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആക്സിലേറ്റർ മോഷനാണെന്ന് വിചാരിക്കുക, അല്ലെന്ന് വിചാരിക്കുക, ഡീസിലേറ്റർ മോഷനാണ്. എങ്ങനെയാണെങ്കിലും ടൈം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ് ടൈം. അതെപ്പോഴും നമ്മൾ എക്സ് ആക്സിൽ എടുക്കും. അപ്പോൾ വൈ ആക്സിൽ എടുക്കുന്നത് നമുക്ക് വേരിയബിളാണ്, വേരി ചെയ്യാവുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി ഒക്കെ നമുക്ക് അങ്ങാടി ഇങ്ങനെ കണ്ടീഷൻ അനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ ടൈം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ടൈം എക്സ് ആക്സിൽ എടുത്തേക്കുന്നത്. ടൈം എപ്പോഴും എക്സ് ആക്സിൽ എടുക്കുള്ളൂ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഇനി ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഷേപ്പ് വന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ സ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഗ്രാഫ് വരക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പറയുമ്പോൾ ഫ്രീലി ഫോളിങ് ബോഡി, പക്ഷേ ഓരോ ഷേപ്പിൻ്റെയും വ്യത്യാസം കണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഷേപ്പൊക്കെ പഠിപ്പിക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ സ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാം. ഓക്കെ, എന്താണ് സ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റ്? അപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് സ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഞാനൊരു ഗ്രാഫ് എടുക്കുന്നു. ഇത് എക്സ് ആക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആക്സ്. ഓക്കെ, ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഏതെങ്കിലും ഒരു ഷേപ്പ് എടുക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷേപ്പ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഷേപ്പ് എടുത്തേക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഷേപ്പ് എടുക്കുക. ഓക്കെ, സോ എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫോർമുല, 2 ഫോർമുലയാണുള്ളത്. ഒന്നാമത്തെ ഫോർമുല സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ തീറ്റ ഇപ്പോൾ നമുക്ക് തന്നെന്ന് വിചാരിക്കുക. തീറ്റ 45 ആണെന്ന് വിചാരിക്കുക. സോ ടാൻ 45 1/√2. തീറ്റ 30 ആണെന്ന് വിചാരിക്കുക. ടാൻ 30 1/√3. തീറ്റ 60 ആണെന്ന് വിചാരിക്കുക. ടാൻ 60 √3. അപ്പോൾ തീറ്റ വന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ ടാൻ ഓഫ് ദാറ്റ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് സ്ലോപ്പായി. ഈ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്
സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. എന്താ ടാൻ തീറ്റ ഫോർമുല? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഒരു ഫോർമുല കേട്ടിട്ടില്ലേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ പോയിന്റിനെ ഞാൻ x1 എന്ന് വിളിക്കുന്നു, ഈ പോയിന്റിനെ ഞാൻ y1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ പോയിന്റ് എന്ന് വിളിക്കുന്നു, ഈ പോയിന്റിനെ ഞാൻ x2 എന്ന് വിളിക്കുന്നു, ഈ പോയിന്റിനെ y2 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ പോയിന്റിന് x1 y1. ഓക്കെ, എന്താണത്? x2 y2. ഓക്കെ, ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇത് തീറ്റയാണെങ്കിൽ ഇതും ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഈ ട്രയാങ്കിളുടെ ഇത് ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y2 മൈനസ് y1. ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് y2 മൈനസ് y1. എന്താണ് ഇതിന്റെ അഡ്ജസൻറ്റ് സൈഡ്? x2 മൈനസ് x1. അഡ്ജസൻറ്റ് സൈഡ് x2 മൈനസ് x1. x2 മൈനസ് x1. സോ സ്ലോപ്പിന് രണ്ട് ഫോർമുലയാണുള്ളത്. ഇതൊന്ന് ആംഗിൾ വരുന്ന ഫോർമുല, സ്ലോപ്പ് ഈസ് ഈക്വൽ ടാൻ തീറ്റ. ഇതൊന്ന് 2 പോയിന്റ് ഫോം എന്ന് പറയും, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ രണ്ട് ഫോർമുലയാണ് സ്ലോപ്പ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ പിക്ചറിലേക്ക് കിടക്കാം, പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു 5 മിനിറ്റും കൂടി മതി, ക്ലാസ് അവസാനിപ്പിക്കാം. സ്ലോപ്പ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തീറ്റ ലെസ് ദാൻ 90 എന്നൊരു കേസുണ്ട്, തീറ്റ ഗ്രേറ്റർ ദാൻ 90 എന്നൊരു കേസുണ്ട്. ഈ രണ്ട് കേസുകളുള്ളത് സ്ലോപ്പ് കാണാനായിട്ട്. തീറ്റ ലെസ് ദാൻ 90യും തീറ്റ ഗ്രേറ്റർ ദാൻ 90യും. തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ എന്തായിരിക്കും സ്ലോപ്പ്? സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ ഇതാണ് തീറ്റ. ഓക്കെ, ഈ തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ നേരെ ഞാൻ പടത്തിലേക്ക് വരികയാണ്, സ്ലോപ്പിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഈ തീറ്റ എങ്ങനെ കൺസിഡർ ചെയ്യണത്? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. തീറ്റ എങ്ങനെ കൺസിഡർ ചെയ്യണത് നോക്കുന്നുള്ളൂ. ആ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്, ആ വാക്ക് ശ്രദ്ധിക്കണം. ആ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ തീറ്റ എന്താ വന്നേക്കണത്? തീറ്റ ലെസ് ദാൻ 90 ആണ്. ആംഗിൾ തീറ്റ ലെസ് ദാൻ 90 ആയതുകൊണ്ട് സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. കണ്ട, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. തീറ്റ ലെസ് ദാൻ 90 ആയതുകൊണ്ട് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സോ ഇതിന് നോക്കിയേ. സോ എക്സ് ആക്സ് ആയിട്ടുള്ള ആംഗിൾ ആണ്. സോ ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരക്കുക. കണ്ട, ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇമാജിൻ ചെയ്യുക. സോ ഈ ആംഗിൾ എന്താണ്? കണ്ട, ഈ ആംഗിൾ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറൊരു മെത്തേഡ്, ഇത് ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ നോക്കുക, ഈ ആംഗിൾ നോക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. ആംഗിൾ എന്താണ്? ലെസ് ദാൻ 90 ആണ്. അതുകൊണ്ട് എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ്. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെ ആംഗിൾ മാർക്ക് ചെയ്യണത് നോക്കിയേ. ഇത് കണ്ട, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ വേണം തീറ്റ കൺസിഡർ ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇതിനകത്തല്ല തീറ്റ കൺസിഡർ ചെയ്യേണ്ടത്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ തീറ്റ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ആണ്. അതുകൊണ്ട് സ്ലോപ്പ് എന്താണ്? ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ കേസ് എടുത്ത് നോക്കിയേ. എക്സ് ആക്സിൻ്റെ പാരലാണ്, ടൈം ആക്സിൻ്റെ പാരലാണ്. എന്ത് പറ്റും? തീറ്റ 0 എന്ത് പറ്റും? തീറ്റ 0, ടാൻ 0 സ്ലോപ്പ് എന്തായി പോവും? 0 ആയി പോവും. സോ എന്ത് മനസ്സിലായി? കണ്ട, ഇതാണ് പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ലൈൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, മനസ്സിലായില്ലേ? ലൈൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എപ്പോഴും സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ലൈൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ലൈൻ പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ സ്ലോപ്പ് 0 ആയിരിക്കും. 3 കേസുള്ള ടൈം ആക്സിന് പാരല, എക്സ് ആക്സിന് പാരലാണെങ്കിൽ സ്ലോപ്പ് 0. ഇങ്ങനെ കിടക്കുകയാണ്, ഈ ഇൻക്ലിനേഷൻ ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ്, ഈ ഇൻക്ലിനേഷൻ ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ്. അപ്പോൾ ചോദിക്കും, സാറേ ഇതെല്ലാം കർവ്ഡ് ഗ്രാഫാണല്ലോ, ഇതിലേക്ക് എങ്ങനെ വരക്കും? സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ വരും. ടാൻജന്റ് എന്നുള്ള ഒറ്റ കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ടാൻജന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഈ കർവിൽ, ഇതെല്ലാം കർവാണ്. കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ്, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. സോ ആ പോയിന്റ് ടാൻജന്റ് വരക്കുക. ഏത് പോയിന്റ് ആയാലും കുഴപ്പമില്ല, ഇത് തന്നെ വേണമെന്നില്ല, ഏത് പോയിന്റ് ആയാലും കുഴപ്പമില്ല. ആ പോയിന്റ് ടാൻജന്റ് വരക്കുക. സോ എക്സ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുക. കണ്ട, എക്സ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുക. ആംഗിൾ ലെസ് ദാൻ 90, അതുകൊണ്ട് സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. കണ്ട, ഇവിടെ നോക്കുക, ഈ പോയിന്റ്, അതിന് ടാൻജന്റ് വരക്കുക. ആ ഒരു പോയിന്റ് ടാൻജന്റ് വരക്കുക. കണ്ട, ഈ ആംഗിൾ നോക്കിയേ. ആൻറ്റി ക്ലോക്ക് വൈസിൽ എപ്പോഴും പോസിറ്റീവ് എക്സ് ആക്സ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ നോക്കിയേ, ലെസ് ദാൻ 90, അതുകൊണ്ട് സ്ലോപ്പ് എന്താണ്? പോസിറ്റീവാ. ഇതെടുക്കുക, ആ പോയിന്റ് ടാൻജന്റ് വരക്കുക. ഓക്കെ, ആ പോയിന്റ് ടാൻജന്റ് വരക്കുക. ഈ ആംഗിൾ നോക്കിയേ. കണ്ട, ശ്രദ്ധിക്കണം, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് ഗ്രേറ്റർ ദാൻ 90 ആണ്. അതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. കണ്ട, അപ്പോൾ എന്താണ് സ്ലോപ്പ്? നെഗറ്റീവ് ആണത്. ഈ പോയിന്റ് എടുക്കുക, അതിന് ടാൻജന്റ് വരക്കുക.
ഇവിടെയല്ല ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം. ഇവിടെയല്ല, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് എന്താണ് തീറ്റ ഗ്രേറ്റർ ദാൻ 90. അതുകൊണ്ട് എന്താണ് സ്ലോപ്പ് എന്താണ് നെഗറ്റീവാ. കണ്ടാ നോക്കിയേ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. കണ്ടാ ലൈൻ കിടക്കണണ്ട, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഈ ലൈൻ്റെ ഒക്കെ സ്ലോപ്പ് കണ്ടോ, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. എന്ന് ഇവിടെ നോക്കിയേ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടാ, അതുകൊണ്ടാണ് ഇതിന്റെ സ്ലോപ്പ് ഒക്കെ എന്തായത് നെഗറ്റീവ് ആയത്. വെരി സിമ്പിൾ. അപ്പൊ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവ്, ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് നെഗറ്റീവ്. ഇവിടെ നോക്കിയേ, ഈ ഗ്രാഫ് നോക്കിയേ, ഇത് എല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഈ ഗ്രാഫ് കിടക്കുന്നത്, ഇത് രണ്ടും കിടക്കുന്നത് ഫോർത്ത് ക്വാർട്ടറിലാണ്. കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ടാൻജന്റ് വരക്കുക. നോക്കിന്നോളൂ, ടാൻജന്റ് വരച്ചു. ടാൻജന്റ് വരച്ചിട്ട് ഇവിടെയല്ല ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്. ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. കണ്ട, ആ പോസിറ്റീവ് എക്സ് ആക്സ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ്, തീറ്റ ഗ്രേറ്റർ ദാൻ 90. അതുകൊണ്ട് എന്താണ് സ്ലോപ്പ് എന്താണ് ഗ്രേറ്റർ ദാൻ 90 വന്നാൽ സ്ലോപ്പ് നെഗറ്റീവ്. ലൈൻ ഇങ്ങനെ കിടക്കുകയാണ്, സ്ലോപ്പ് എന്താണ് നെഗറ്റീവ്. ഇവിടെ നോക്കിയേ, ഇതേപോലെ തന്നെ വരച്ച് ഒരു ടാൻജന്റ് വരക്കുക. കണ്ടോ, എക്സ് ആക്സ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. കണ്ടോ, ആംഗിൾ ഗ്രേറ്റർ ദാൻ 90, സ്ലോപ്പ് നെഗറ്റീവ്. കണ്ടോ, ലൈൻ ഇങ്ങനെ കിടക്കുന്നു, ലൈൻ ഇങ്ങനെ കിടന്നാൽ സ്ലോപ്പ് എന്താണ് നെഗറ്റീവ്. ലൈൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്താണ് പോസിറ്റീവ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കപ്പ് പോലെ ഇരിക്കുകയാണ്, രണ്ട് ഗ്രാഫും കൂടെ തീർന്നു. ഇത് ഇങ്ങനെ നിവർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 3 പോയിന്റുകൾ കൺസിഡർ ചെയ്യാം. ഈ പോയിന്റ് എടുക്കുക, ഈ ആംഗിൾ നോക്കിയേ, ഈ ആംഗിൾ എന്താണ് ലെസ് ദാൻ 90, അപ്പോൾ സ്ലോപ്പ് എന്താണ് പോസിറ്റീവ്. ഈ പോയിന്റ് എടുക്കുക, എക്സ് ആക്സിന് പാരല, സ്ലോപ്പ് എന്താണ് 0. ഈ പോയിന്റ് എടുക്കുക, നോക്കിയേ എന്താണ് സ്ലോപ്പ് എന്താണ് ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ എന്താണ് 90 നെഗറ്റീവ്. ഗ്രേറ്റർ ദാൻ 90 അപ്പോൾ എന്താണ് നെഗറ്റീവ്. ശ്രദ്ധിക്കണം, ഈ പോയിന്റിൽ പോസിറ്റീവ്, ഈ പോയിന്റിൽ 0, ഈ പോയിന്റിൽ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നിന്ന് 0 നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് 0 നെഗറ്റീവ്. അപ്പോൾ ഗ്രാഫിന് ഷേപ്പ് എന്ത് വരും? പോസിറ്റീവ് നിന്ന് 0 നെഗറ്റീവിലേക്കാണ് ഗ്രാഫ് പോണത്. സോ ഗ്രാഫിന്റെ ഓൾ റൗണ്ട് ടോട്ടൽ സ്ലോപ്പ് എന്താണ് നെഗറ്റീവ്. എന്നാൽ ഈ പോയിന്റ് എടുത്ത് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, ഇതിന് ടാൻജന്റ് വരക്കുക. ഈ ആംഗിൾ നോക്കുക, ഈ ആംഗിൾ എന്താണ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. ഈ പോയിന്റ് എടുക്കുക, ടാൻജന്റ് വരക്കുക, പാരലാണ്, എന്താണ് 0. ഈ പോയിന്റ് എടുക്കുക, ടാൻജന്റ് വരക്കുക, എന്താണ് ലെസ് ദാൻ 90, അതുകൊണ്ട് എന്താണ് പോസിറ്റീവ്. നെഗറ്റീവ് നിന്ന് 0 പോസിറ്റീവ്. സോ ഗ്രാഫ് എന്താണ് പോസിറ്റീവ്. ഇത് രണ്ടും വ്യത്യാസം നോക്കിയേ, എന്താ വ്യത്യാസം? പോസിറ്റീവ് നിന്ന് 0 നെഗറ്റീവ്. സോ ആൻസർ ഇസ് നെഗറ്റീവ്. ഇത് നേരെ തിരിച്ചാണ് കിടക്കുന്നത്. കണ്ട, ഇത് രണ്ടും തിരിഞ്ഞാണ് കിടക്കുന്നത്. നെഗറ്റീവ് നിന്ന് 0 പോസിറ്റീവ്. സോ സ്ലോപ്പ് എന്താണ് പോസിറ്റീവ്. അപ്പോൾ സ്ലോപ്പ് കാണാൻ ഏറ്റവും ഷോർട്ട് കട്ട് എന്താണ്? ഗ്രാഫ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നേരെ ഇങ്ങനെ തിരിഞ്ഞു നടന്നാൽ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പാരലാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് സ്ലോപ്പ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എ ഫ്രീലി ഫോളിംഗ് ബോഡി, അതിൻ്റെയൊക്കെ കേസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെയൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പറ്റും. വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പറയും. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരക്കാൻ പറ്റും. അങ്ങനെ വരക്കാൻ പറയുമ്പോൾ ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്കത് വരക്കാൻ പറ്റുള്ളൂ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുന്നത്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരക്കുന്നത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.